ഓം ശാന്തി. ഓം ശാന്തി. ഇന്നത്തെ നമ്മുടെ രാമായണ സത്സംഗത്തിൽ നമുക്ക് രാമായണത്തിൻ്റെ രചയിതാവായിട്ടുള്ള വാൽമീകി മഹർഷിയുടെ ജീവിതത്തിലേക്ക് തന്നെ ഒരു സൂക്ഷ്മ പരിശോധന നടത്തിയിട്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ നമുക്കൊരു യാത്ര നടത്താം. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ജീവിതം നമുക്ക് എന്താണ് പ്രചോദനം നൽകണേ, ആ പ്രചോദനം നമുക്ക് ഉൾക്കൊണ്ട് നമ്മുടെ ജീവിതത്തിലേക്കും ഒരു പരിവർത്തനത്തിന് നമുക്ക് ശ്രമിക്കാം. സാധാരണ രീതിയിൽ നമ്മൾ എല്ലാവരും പൊതുവെ ഞാൻ കേൾക്കാറുള്ള ഒരു കാര്യമാണ്, അയ്യോ സിസ്റ്ററെ, നമ്മളൊക്കെ സാധാരണക്കാരല്ലേ, നമുക്കൊക്കെ ഈ ആധ്യാത്മിക തത്വങ്ങളും ജ്ഞാനവും ധ്യാനവും ഇതൊക്കെ നമുക്കൊക്കെ ചെയ്യാൻ പറ്റുമോ? നമ്മൾ പാവപ്പെട്ടവർക്ക് സാധാരണക്കാർക്ക് എന്തെങ്കിലുമൊക്കെ നാമം ചൊല്ലാനോ അതൊക്കെ മാത്രമല്ലേ പറ്റൂ? അങ്ങനെ പൊതുവെ ഒരു ധാരണയുണ്ട്. നമുക്ക് ചെയ്യാൻ പറ്റുമോ? പറ്റും. കാരണം എന്താ, നമ്മൾ ജീവിക്കുന്നത് 21-ാം നൂറ്റാണ്ടിലാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ മനുഷ്യന് ചെയ്യാൻ പറ്റാത്തതായിട്ടുള്ളത് എന്താ? ഒന്നുമില്ല. എന്തെല്ലാം പഠിച്ചുകൊണ്ടിരിക്കണേ? കൊച്ചു കുട്ടികളുടെ പാഠപുസ്തകം തന്നെ നോക്കുക, എന്തെല്ലാം അറിവുകളാ അല്ലേ? എന്തിന് ആകാശത്തെക്കുറിച്ചും സൂര്യനെക്കുറിച്ചും ചന്ദ്രനെക്കുറിച്ചും ഇതെല്ലാം പഠിക്കാൻ നമുക്ക് പറ്റുന്നു. എന്തിന്? നമ്മുടെ ഫോണ് തന്നെ നോക്കിക്കോളൂ. എല്ലാവർക്കും ഫോണുണ്ടല്ലോ. അതിനുള്ളിൽ തന്നെ എന്തെല്ലാം കാര്യങ്ങൾ അല്ലേ? നമ്മളിപ്പോൾ ഫോൺ ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും അതിൽ ഓരോ നമ്പർ എടുക്കാനും വിളിക്കാനും എല്ലാം നമ്മൾ പഠിച്ചില്ലേ? പണ്ട് നമുക്കിതൊന്നും അറിയില്ലായിരുന്നു. അപ്പോൾ സയൻസും ടെക്നോളജി ഇത്രയും വളർന്ന ഈ കാലഘട്ടത്തിൽ നമുക്ക് ഇതെല്ലാം പഠിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ആധ്യാത്മിക ജീവിത തത്വങ്ങൾ, ആധ്യാത്മിക ജ്ഞാനം എന്തുകൊണ്ട് സ്വായത്തമാക്കാൻ പറ്റില്ല? ധ്യാനം നമുക്ക് എന്തുകൊണ്ട് ചെയ്യാൻ പറ്റില്ല? ആകാശത്തിലേക്ക് യാത്ര ചെയ്യാൻ നമ്മൾ പഠിച്ചു, നമുക്ക് നമ്മുടെ ഉള്ളിലേക്ക് യാത്ര ചെയ്യാൻ പറ്റില്ല? നമ്മുടെ ആന്തരിക ലോകത്തിലേക്കുള്ള യാത്രയുടെ പേരാണ് ധ്യാനം അല്ലേ? അതുകൊണ്ട് ശരിക്കും പറഞ്ഞല്ലേ, വാൽമീകി മഹർഷിയുടെ ജീവിതത്തിലേക്ക് നമുക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ വാൽമീകി ഒരു സാധാരണക്കാരനും ആയിരുന്നില്ലല്ലോ. അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ പൂർവാശ്രമത്തിലേക്ക് നമ്മൾ നോക്കിയാൽ വാൽമീകി ആരായിരുന്നു? ഒരു കൊള്ളക്കാരൻ അല്ലെ? രത്നാകരൻ എന്ന് പറയുന്ന കൊള്ളക്കാരൻ. ഇത്രയും നികൃഷ്ട ജീവിതം ജീവിച്ചിരുന്ന ഒരു കൊള്ളക്കാരന് ആരായിട്ട് മാറാൻ കഴിഞ്ഞു? വാൽമീകി മഹർഷി. നമ്മളാരും അത്രയും നികൃഷ്ടരൊന്നും അല്ലല്ലോ, നമ്മുടെ ആരുടെയും ജീവിതത്തിൽ അത്രയും മോശമൊന്നും അല്ല. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും എന്ത് ചെയ്യാൻ പറ്റുന്ന അർത്ഥം, നമ്മൾ ജീവിതത്തിൽ ലക്ഷ്യം വെച്ചാൽ നമുക്കും ഉയരാൻ, പരിവർത്തനപ്പെടാൻ, നമ്മുടെ ജീവിതത്തിലേക്കും ഒരു നല്ല പോസിറ്റീവ് ചേഞ്ച് കൊണ്ടുവരാൻ കഴിയും. ആ ഒരു ലക്ഷ്യമായിരിക്കണം നമുക്ക് ഈ വർഷത്തെ ഈ രാമായണ സത്സംഗത്തിൽ. ഇപ്പൊ രത്നാകരനാരായിരുന്നു? കാട്ടുകൊള്ളക്കാരൻ. എന്താ ചെയ്തുകൊണ്ടിരുന്നത്? എല്ലാവരുടെയും കയ്യിൽ നിന്ന് കൊള്ളയടിക്കുക, പിടിച്ചു പറിക്കുക, അതിനുവേണ്ടി കൊലയും നടത്തുക. എന്നിട്ട് ന്യായം എന്താ പറയണേ? എൻ്റെ കുടുംബം പുലർത്താൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. ഇന്ന് നമ്മൾ നമ്മുടെ ജീവിത സാഹചര്യത്തിൽ നോക്കിക്കോളൂ. ഇന്നത്തെ നമ്മുടെ ജീവിതത്തിൽ ഇന്ന് രത്നാകരന്മാരൊന്നും കാട്ടിലല്ല. ഇന്ന് എല്ലാ രത്നാകരന്മാരും എവിടെയുണ്ട്? നമ്മുടെ നാട്ടിൽ തന്നെയുണ്ട്. സ്വന്തം വീട്ടിൽ തന്നെ നോക്കൂ. നമുക്ക് എന്തെങ്കിലും സാധനമോ പൈസയോ സ്വർണ്ണോ എന്തെങ്കിലും സൂക്ഷിച്ചു വയ്ക്കാൻ പറ്റുമോ? ഒരു യാത്ര ചെയ്യുമ്പോൾ തന്നെ നോക്കൂ, എത്രയാ കഴുത്തുനിന്നും കാതുനിന്നും ഒക്കെ പിടിച്ച് പൊട്ടിച്ചു കൊണ്ടുപോകണേ അല്ലേ? അപ്പൊ നാട്ടിലാകട്ടെ, ഒരു യാത്രയിലാകട്ടെ, വീട്ടിലാകട്ടെ, എവിടെയും നമുക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റില്ല. കാരണം രത്നാകരന്മാരെല്ലായിടും ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുക. മറ്റുള്ളവരുടെ പോക്കറ്റിൽ ഇരിക്കുന്നത്, മറ്റുള്ളവരുടെ സമ്പാദ്യത്തെ എങ്ങനെയും പിടിച്ചു പറിച്ച് തൻ്റേതാക്കി മാറ്റുക, ആ ഒരു ലക്ഷ്യബോധത്തോടെ ജീവിക്കുന്ന ധാരാളം പേരെ നമുക്ക് കാണാം. അവരോടും ചോദിച്ചാൽ എന്താ പറയുന്നത്? ഇതൊക്കെ ഞാൻ എന്തിനാ ചെയ്യണേ? കുടുംബം പുലർത്താൻ അല്ലേ? അപ്പൊ ഇങ്ങനെയുള്ള സ്വഭാവം, മറ്റുള്ളവരുടെ സമ്പത്ത് തട്ടിയെടുക്കുക, ഏതെല്ലാം തരത്തിലാണ് തട്ടിയെടുക്കണേ? കൊള്ളയടിക്കണം. ഇനി മോഷ്ടാക്കളെന്ന് ലേബല് കിട്ടിയവർ അങ്ങനെ ചെയ്യണു, അല്ലാത്തവർ പോലും അത്ര മോഷണ ചെയ്യണേ. ബാക്കി ആർക്കും അറിയില്ല ഇവർ മോഷ്ടാക്കളാണെന്ന്. ഇപ്പോൾ ഒരു അധികാരത്തിന്റെ കസേര കിട്ടി, ഒരു ജോലി കിട്ടി, അല്ലെങ്കിൽ നമുക്ക് പൊതുജനങ്ങൾ തിരഞ്ഞെടുത്ത് നമ്മളെ ഒരു സീറ്റിലിരുത്തി, ഒരു മെമ്പറായിട്ടോ ഒരു MLA ആയിട്ടോ അല്ലെങ്കിൽ ഒരു മന്ത്രിയായിട്ടോ അല്ലെങ്കിൽ ഒരു ഓഫീസറായിട്ടോ MD ആയിട്ടോ മാനേജറായിട്ടോ നമ്മൾ ഏതൊരു അധികാര കസേരയിൽ ഇരിക്കുന്നു, എല്ലാ കസേരയിൽ നിന്ന് ജോലി ചെയ്യുമ്പോൾ നമുക്ക് അതിനുള്ള ശമ്പളം കിട്ടും. പക്ഷെ ശമ്പളം മാത്രം പോരാതെ നമുക്ക് കിമ്പളം വേണമെന്നുണ്ടെങ്കിൽ
നമ്മൾ വഴിവിട്ട മാർഗത്തിലൂടെ അധികാര കസേരയെ ദുരുപയോഗം ചെയ്ത് നമ്മുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി മറ്റുള്ളവരുടെ സമ്പത്തിനെ നമ്മൾ കൊള്ളയടിക്കുന്നുവെങ്കിൽ, പൊതുജന സ്വത്തിനെ നമ്മൾ കൊള്ളയടിക്കുന്നുവെങ്കിൽ, അതെല്ലാം എന്ത് തന്നെയാണ്? രത്നാകര സ്വഭാവം തന്നെയല്ലേ? ഇന്ന് മനുഷ്യർക്ക് നോക്കൂ, ആർത്തിക്ക് വേണ്ടി, സ്വാർത്ഥതയ്ക്ക് വേണ്ടി എന്തും ചെയ്യാൻ ആർക്കും മടിയില്ല. അപ്പൊ ഇങ്ങനെയൊരു സ്വഭാവം എന്തിന്? സൂക്ഷിക്കാൻ ഏൽപ്പിക്കുന്ന മുതൽ പോലും കൊള്ളയടിക്കുന്ന അവസ്ഥയാണ്. ഇപ്പൊ ചില വീടുകളിൽ കണ്ടിട്ടില്ല, അച്ഛനും അമ്മയും ചിലപ്പം പുറത്തേക്ക് എങ്ങനെ പോയിരിക്കും, അവരുടെ മക്കളെ ചിലപ്പോൾ അടുത്ത വീട്ടിൽ ഏൽപ്പിച്ചിട്ട് പോയിട്ടുണ്ടാവും. ഇപ്പൊ നമ്മൾ ഒരു ന്യൂസിൽ എന്താ കേൾക്കണേ? ചിലപ്പം കുട്ടികളെയൊക്കെ ആണെങ്കിൽ അടുത്ത വീട്ടിൽ ഏൽപ്പിച്ചിട്ട് പോയാൽ തിരിച്ചു വരുമ്പോഴത്തേക്ക് ആ കുട്ടികളെ തന്നെ മോശമായ രീതിയിൽ ആ കുട്ടികളോട് പെരുമാറുക, ആ കുട്ടികളെ തന്നെ ജീവിതം തന്നെ നശിപ്പിക്കുക, അങ്ങനെ തന്നെ പെരുമാറുന്നവരെയും നമുക്ക് കാണാം. അപ്പൊ ഈ രത്നാകര സ്വഭാവം സൂക്ഷിക്കാൻ ഏൽപ്പിക്കുന്ന മുതലിനെ പോലും കൊള്ളയടിക്കുന്ന സ്വഭാവത്തിലേക്ക് നമ്മുടെ നാട്ടിൽ പോയിക്കൊണ്ടിരിക്കണം. അപ്പോൾ രാമായണത്തിലൂടെ, വാൽമീകി മഹർഷിയുടെ ജീവിതത്തിലൂടെ നമുക്ക് എല്ലാവർക്കും കിട്ടുന്ന വെളിച്ചം എന്താണ്? രത്നാകര സ്വഭാവം ഉള്ളവർക്ക് പോലും എന്ത് ചെയ്യാം? ആഗ്രഹിക്കുന്നെങ്കിൽ പരിവർത്തനം. പക്ഷേ പരിവർത്തനം എപ്പോഴേ വരുള്ളൂ? ഞാൻ രത്നാകരനാണ് എന്ന് ബോധ്യപ്പെടണം. രത്നാകരൻ എപ്പോഴാ ബോധ്യം വന്ന് ഞാൻ കൊള്ളയടിക്കുന്ന ആളാണ്, എനിക്കൊരു പരിവർത്തനം ഉണ്ടാകണമെന്ന് എപ്പോഴാണോ നാരദ ഋഷിയുമായിട്ട് കണ്ടുമുട്ടുന്നത്. അദ്ദേഹത്തെയും കൊള്ളയടിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ഓടിയെടുക്കുന്ന രത്നാകരൻ, കാട്ടിലൂടെ അദ്ദേഹം നടന്നു വരുമ്പോൾ. പക്ഷെ നാരദ ഋഷിയുടെ കയ്യിൽ കൊള്ളയടിച്ചെടുക്കാൻ രത്നാകരനൊന്നുമില്ല. കാരണം ഋഷിയുടെ കയ്യിൽ ആകെ ഉള്ളത് എന്താണ്? ജ്ഞാനമാണ്, തപശക്തിയാണ്. അപ്പോൾ ഈ കൊള്ളക്കാരൻ അടുത്തേക്ക് വരുന്നത് കണ്ടപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ, ഋഷിയുടെ മനസ്സിലുണ്ടായിരുന്ന ഒരു സങ്കല്പം, ഈ കൊള്ളക്കാരന് കൊടുക്കാൻ എൻ്റെ കയ്യിൽ നിന്ന് കൊള്ളയടിക്കുകയൊക്കെ വേറൊന്നുമില്ല, പക്ഷെ എൻ്റെ കയ്യിൽ ജ്ഞാനമുണ്ട്, തപോബലമുണ്ട്, ഇത് കൊടുത്തിട്ട് ഞാൻ ഇയാൾക്ക് മോക്ഷം കൊടുക്കണം. ഈ ജ്ഞാനത്തിലൂടെ അപ്പൊ തന്നെ ആൾ ഈശ്വരനോട് പറയേണ്ടത്, ഭഗവാനെ ഈ കൊള്ളക്കാരന് എന്നിലൂടെ മോക്ഷം കിട്ടട്ടെ. കാരണം എൻ്റെ കയ്യിൽ നിന്ന് കൊള്ളയടിക്കുക ഇയാൾക്ക് വേറൊന്നുമില്ലല്ലോ. രത്നാകരൻ ഓടിയെടുക്കും, നാരദരെ പിടിച്ചു നിർത്തും, നോക്കുമ്പോൾ വേറൊന്നുമില്ല. അപ്പൊ നാരദര് ചോദിക്കും, ഒരു കാര്യം ചെയ്യ രത്നാകര, നിന്നോട് എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട്, നീ അതിന് ഉള്ള ഉത്തരം എനിക്ക് തരണം. അപ്പൊ എന്താ ചോദ്യം? എന്താണ് ചോദിക്കണേ? നീ ഈ കൊള്ളയടിക്കണ കൊള്ള മുതൽ എന്തിനാ? അത് നിങ്ങൾക്കതൊന്നും അറിയില്ല. ഞാനൊരു ഗൃഹസ്ഥിയാണ്, ഗൃഹസ്ഥന്റെ ജീവിതത്തെ കുറിച്ചൊന്നും നിങ്ങൾക്ക് ഋഷിമാർക്ക് അറിയില്ല. അപ്പൊ ഞാൻ ഈ കൊള്ളയടിക്കണ എൻ്റെ കുടുംബം പുലർത്താനാ, എനിക്ക് അവരോട് സ്നേഹമുണ്ട്, എനിക്ക് അവരെ പരിപാലിക്കണ്ടേ, അതിനു വേണ്ടിയിട്ടാ. നല്ല കാര്യം, നിനക്ക് നിന്റെ കുടുംബത്തോട് സ്നേഹമുള്ള, പക്ഷെ നിനക്ക് നിന്റെ കുടുംബത്തോട് ഇത്രയും സ്നേഹമുണ്ട്, പക്ഷെ നീ നിന്റെ കുടുംബത്തിൽ പോയിട്ട് നിന്റെ ഭാര്യയോട് ചോദിച്ചിട്ട് വരൂ, നീ ഈ കൊള്ളയടിച്ച് കൊണ്ടുവരുന്ന മുതലുണ്ടല്ലോ, അവരല്ലേ കഴിക്കണേ, ഈ കൊള്ള മുതൽ കൊണ്ടുപോയി അവർക്ക് കൊടുക്കണു, അതവര് പങ്കിട്ട് കഴിക്കണം. പക്ഷെ ഈ കൊല ഈ ചെയ്യുന്ന പാപത്തിന്റെ ഫലം അതും കൂടെ അവർ പങ്കിടുമോ എന്ന് ചോദിച്ചിട്ട് വരൂ. അപ്പൊ ഈ ചോദ്യം കേട്ടപ്പോൾ രത്നാകരൻ ഒരു സംശയം വന്നു, ഇത് ഇയാൾ എന്നെ പറ്റിക്കാനാണോ, എൻ്റെ അടുത്ത് നിന്ന് രക്ഷപ്പെടാനാണോ എന്നോട് വീട്ടിൽ പോകാൻ പറയണേ? എന്നാലും ഉള്ളിൽ ഋഷിയല്ലേ വിചാരിച്ചിട്ട് ഓടിപ്പോവും, വീട്ടിൽ പോയി ചോദിക്കുമ്പോൾ ഉടനെ ആള് വിചാരിച്ച എന്താണ്? ഭാര്യ തീർച്ചയായിട്ടും പങ്കിടും ഇത് എന്ന് പറയുന്നതാണ് വിചാരിച്ചത്. പക്ഷെ പോയി ചോദിക്കുന്നത് ഭാര്യ എന്താ പറയണേ? ഞാൻ നിങ്ങളുടെ ഭാര്യയാ, എന്നെ എൻ്റെ കുട്ടികളെ നോക്കേണ്ടത് നിങ്ങളുടെ കടമയാണ്, എന്നെ കൊള്ളയടിക്കണമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല, നിങ്ങൾ കൊണ്ടുവരുന്ന സമ്പത്ത് ഞങ്ങൾ ഉപയോഗിക്കണം. പക്ഷെ ഈ കൊല നിങ്ങൾ ചെയ്യുന്ന പാപത്തിന്റെ ഭാരം ഏറ്റെടുക്കാൻ ഞങ്ങൾ തയ്യാറല്ല. ഇനി ഞാൻ ഏറ്റെടുക്കാമെന്ന് വിചാരിച്ചാൽ പോലും എനിക്ക് ഏറ്റെടുക്കാനും പറ്റില്ല. കാരണം എന്താ? താൻ ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലം താൻ അനുഭവിച്ചില്ല, അതാണ് നിയമം. അപ്പൊ കർമ്മഫലം ഒരാൾക്ക് മറ്റൊരാളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല, അത് കർമ്മത്തിന്റെ നിയമമാണ്. ഈ ഉത്തരം കേട്ടത് എന്തായി? രത്നാകരന് ഷോക്കാണ്. ജീവിതത്തിൽ ആദ്യമായിട്ട് കർമ്മത്തെയും കർമ്മഫല ജ്ഞാനത്തെക്കുറിച്ച് അപ്പോഴാണ് അദ്ദേഹം ചിന്തിക്കുന്നത്. കർമ്മവും കർമ്മഫലവും മറ്റൊരാൾക്ക് ഏറ്റെടുക്കാൻ പറ്റില്ല. ഇത് കേട്ടത് ഉള്ളിൽ കൂടി ഒരു കറണ്ട് പ്രവഹിക്കുകയാണ്. തല കുനിച്ചുകൊണ്ട് അദ്ദേഹം വീണ്ടും ഋഷിയുടെ അടുത്തേക്ക് സഞ്ചരിക്കുകയാണ്. അവിടെ പോയി നോക്കുമ്പോൾ ഋഷി അതേ സ്ഥലത്ത് തന്നെ കാത്തു നിൽക്കുകയാണ്. അപ്പൊ തന്നെ കാത്തു നിൽക്കണുണ്ട്. അപ്പൊ വിട്ടിട്ട് പോയില്ലല്ലോ വീട്ടിൽ പോയ സമയത്ത്. അപ്പൊ കുറച്ചും കൂടി വിശ്വാസം വരും അദ്ദേഹത്തില്. ഇദ്ദേഹം തീർച്ചയായിട്ടും എൻ്റെ ഒരു അഭ്യുദയകാംക്ഷയാണ്, എന്നെ തീർച്ചയായിട്ടും മോക്ഷത്തിലേക്ക് നയിക്കാൻ ഇദ്ദേഹത്തിന് കഴിയും, എനിക്ക് മോക്ഷം വേണം, എനിക്ക് മാറ്റം ഉണ്ടാവണം. അങ്ങനെ പോയി ഋഷിയുടെ അടുത്ത് സാഷ്ടാംഗ പ്രണാമം നടത്തിയിട്ട് പരിവർത്തനത്തിനുള്ള മാർഗം ചോദിക്കുകയാണ്. അപ്പൊ ഋഷി എന്താ പറഞ്ഞു കൊടുക്കണേ? പരിവർത്തനം ഉണ്ടാകും കുഞ്ഞെ, പക്ഷെ നീ എന്ത് ചെയ്യണം? തപസ് ചെയ്യണം. തപം ചൂട് പിടിക്കണം. ഏത് ചൂട്? പുറമേയുള്ള ചൂടിന്റെ കാര്യമല്ല, പിന്നെയോ
മനസ്സില് അന്തരാത്മാവില് ചൂടുണ്ടാകണം. ചൂടുണ്ടാകണമെങ്കിൽ തപം ചെയ്യണം, അതിനെ ധ്യാനിക്കൂ. ധ്യാനിക്കണമെങ്കിൽ ജ്ഞാനം വേണം. അപ്പൊ എനിക്ക് തപസ് ചെയ്യാനൊന്നും അറിയില്ലല്ലോ. അപ്പോ ഋഷി എന്താ പറഞ്ഞു കൊടുക്കണേ? മായണം. അർത്ഥം വെളിച്ചാണ്, മാ അർത്ഥം ഉള്ളിൽ. അപ്പൊ ഉള്ളിലെ വെളിച്ചത്തെ കാണാൻ വേണ്ടിയിട്ട് നീ ധ്യാനിക്കും. ആ ഉള്ളിലെ വെളിച്ചം വരുമ്പോ ഇരുട്ടെല്ലാം നിന്റെ ഉള്ളിൽ നിന്ന്, എല്ലാ പാപത്തിന്റെയും ഭാരം അതുണ്ടാക്കി ഇരുട്ട് അത് നിന്റെ ഉള്ളിൽ നിന്ന് നീങ്ങും. അതിനു വേണ്ടി നീ സൈലൻസിലിരിക്കും. ശാന്തമായിരുന്നുകൊണ്ട് ഉള്ളിലെ വെളിച്ചത്തെ തേടൂ. ആ വെളിച്ചം നിന്നെ ഈശ്വരിലേക്ക് നയിക്കും. നിന്റെ ഉള്ളിൽ നിന്ന് കംപ്ലീറ്റ് പാപത്തിന്റെ ഭാരം ഇറങ്ങിപ്പോവും ഒരു നാള്. അങ്ങനെ നിനക്ക് മോക്ഷം ഉണ്ടാവും, പരിവർത്തനം ഉണ്ടാവും. നമ്മൾ സാധാരണ ഒരു സ്വർണം തന്നെ ഒന്ന് ഷേപ്പാക്കാൻ എന്താ ചെയ്യുക? തീയിലല്ലേ ഇടാം. തീയിലിടുമ്പോ സ്വർണം കത്തിപ്പോവില്ല, പക്ഷെ എന്താവും? ഷേപ്പ് മാറും. വളയുണ്ടാക്കാം, മാലയുണ്ടാക്കാം, ഏത് ഷേപ്പിലേക്ക് വേണമെങ്കിലും അതിനെ മാറ്റാം. കാരണം മോൾഡിങ് കപ്പാസിറ്റി വരും. അതേപോലെ നമ്മുടെ ജീവിതത്തിലും ഒരു പരിവർത്തനം ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം? നമ്മളും തീയിൽ പതിക്കണം. തീയർത്ഥം യോഗാഗ്നി. അതിനെയാണ് ധ്യാനം എന്ന് പറയുന്ന മെഡിറ്റേഷൻ. അപ്പൊ മെഡിറ്റേഷൻ ചെയ്യേണ്ടതിന്റെ ആവശ്യകത നമുക്കെല്ലാവർക്കും ഉണ്ടോ? കാരണം നമുക്കും പല സ്വഭാവങ്ങളിലും സംസ്കാരങ്ങളിലും ശീലങ്ങളിലും എന്ത് ചെയ്യണം? മോൾഡാക്കണം, പരിവർത്തനം കൊണ്ടുവരണം. പക്ഷെ യോഗ അഗ്നി ഉണ്ടാക്കണമെങ്കിൽ അഗ്നി വേണമെങ്കിൽ ഇന്ധനം വേണം. ആ ഇന്ധനമാണ് ജ്ഞാനം. ആ ജ്ഞാനമാണ് നമുക്ക് സത്സംഗത്തിലൂടെ കിട്ടണം. അപ്പൊ ജ്ഞാനമാകുന്ന ഈ ഇന്ധനം കൊണ്ട് മാത്രമേ എന്ത് നടക്കുള്ളൂ? യോഗാഗ്നി ഉണ്ടാക്കാൻ കഴിയുകയുള്ളൂ. അപ്പൊ മാത്രമേ നമുക്ക് പരിവർത്തനം സംഭവിക്കുകയുള്ളൂ. അങ്ങനെ നമുക്ക് ആർക്കൊക്കെ ജീവിതത്തിൽ ഒരു മാറ്റം, എൻ്റെ ശീലങ്ങളിൽ എനിക്ക് മാറ്റം കൊണ്ടുവരണം. ഇപ്പൊ ഒരുപക്ഷെ രത്നാകരൻ ചെയ്തതുപോലെയുള്ള പ്രവൃത്തികളൊന്നും നമ്മളാരും ചെയ്യുന്നുണ്ടാവില്ല. പക്ഷെ നമ്മളിലും പലതരത്തിലുള്ള ദുശീലങ്ങളും ദുസ്വഭാവങ്ങളും ഉണ്ടാകും. അപ്പൊ നമ്മൾ എന്നിൽ നിന്ന് എന്ത് പോണോ അത് എൻ്റെ അടുത്തേക്ക് തന്നെ തിരിച്ചു വരും. നോക്കൂ, നമ്മൾ ഒരാൾക്ക് കടുത്ത വാക്കുകൾ പറയുന്ന സ്വഭാവമുണ്ട്, അല്ലെങ്കിൽ ദേഷ്യപ്പെടുന്ന സ്വഭാവമുണ്ട്. അപ്പൊ കർമ്മഫല ജ്ഞാനം നമ്മളോട് എന്താ പറയണം? നമ്മൾ എന്ത് വിതയ്ക്കുന്നോ നമ്മൾ തന്നെ കൊയ്തെടുക്കും. അപ്പൊ ഞാൻ മറ്റുള്ളവർക്ക് ദുഃഖം കൊടുത്താൽ എനിക്ക് ദുഃഖം കിട്ടും, ഞാൻ സുഖം കൊടുത്താൽ എനിക്ക് സുഖം കിട്ടും. അപ്പൊ ഈ ഒരു തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോഴേ വിതയ്ക്കുന്നതിൽ നമുക്ക് ശ്രദ്ധ വരുള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും ശ്രദ്ധ കൊയ്തെടുക്കുന്നതിൽ മാത്രമാണ്. എല്ലാവരും എന്നെ സ്നേഹിക്കണം, എന്നെ ബഹുമാനിക്കണം, എനിക്ക് നല്ലത് കിട്ടണം, സമ്പത്ത് വേണം, സന്തോഷം വേണം. പക്ഷെ രാവിലെ മുതൽ വൈകിട്ട് വരെ ഞാൻ എന്താ വിതച്ചുകൊണ്ടിരിക്കണേ? ആ വിതയെക്കുറിച്ച് ചിന്തിക്കണം. അപ്പോൾ മാത്രമേ നമുക്ക് നല്ലത് വിതച്ചാലേ നല്ലത് കൊയ്തെടുക്കാൻ പറ്റുള്ളൂ എന്നുള്ള ബോധം. അതാണ് നമുക്ക് ഈ രാമായണ മാസത്തില് നമുക്ക് ഓരോരുത്തർക്കും ഉണരേണ്ട ബോധം. അതിനുശേഷം നാരദര് ഇദ്ദേഹത്തെ വിട്ടിട്ട് പോവാണ്, വാൽമീകിയെ. രത്നാകരനെ വിട്ട് രത്നാകരൻ തപസ്സാരംഭിക്കുകയാണ്. അതിനുശേഷം വളരെ കാലങ്ങൾക്ക് ശേഷം ഋഷി തിരിച്ചു വരുമ്പോൾ അദ്ദേഹം ഇരുന്ന സ്ഥലത്ത് എന്താ കാണുന്നത്? പുറ്റാണ്, ചിതൽ പുറ്റാണ്. ആ മണ്ണ് തട്ടിയെടുക്കുമ്പോൾ ആ ചിതൽപുറ്റിൽ നിന്ന് അല്ലെ ചിതലൊക്കെ അങ്ങോട്ട് മാറിക്കഴിയുമ്പോൾ രത്നാകരനിലുണ്ടായ പരിവർത്തനപ്പെട്ട രത്നാകരൻ പുറത്തേക്ക് വരികയാണ്. വാൽമീകി എന്ന് പറഞ്ഞ ചിതലാണ്. അപ്പൊ അദ്ദേഹത്തിന് കൊടുത്ത പേരാണ് വാൽമീകത്തിൽ നിന്ന് എടുത്തത് കൊണ്ടാണ് വാൽമീകി മഹർഷി എന്ന പേര് കൊടുത്തത്. അപ്പൊ നമ്മളും മനസ്സിലാക്കേണ്ടത് എന്താണ്? തപസ് ചെയ്യുമ്പോൾ, ധ്യാനം ചെയ്യുമ്പോൾ നമ്മളുടെ ഉള്ളില് മണ്ണെല്ലാം ഉടഞ്ഞു പോകും. അപ്പൊ ശരിക്കും പറഞ്ഞ ചെതല്, ആ മണ്ണിൽ നിന്നുണ്ടാകുന്ന ചെതല് ഉടയണം. ആ ചെതലിൽ നിന്ന് പുറത്തേക്ക് വരണം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പറയില്ലേ, നമ്മുടെ ഈ ദേഹം മണ്ണാണ്, ഇതിനുള്ളിലാണ് ആത്മാവ്. അപ്പൊ ഈ മണ്ണ് ബോധത്തിൽ നമുക്ക് ആത്മബോധത്തിലേക്ക് വരണം. മണ്ണ് ബോധം എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ സുന്ദരനാണ്, സുന്ദരിയാണ്, ഞാൻ കറുത്താളാണ്, വെളുത്താളാണ്, ഞാൻ പണ്ഡിതനാണ്, പാമരനാണ്, ഞാൻ സ്ത്രീയാണ്, പുരുഷനാണ്. ഈ ബോധമാണ് മണ്ണ് ബോധം. ആ മണ്ണ് ബോധത്തിലാണ് നമ്മൾ പല തെറ്റുകളും ചെയ്യുന്നത്. സ്ത്രീ പുരുഷൻ കാമം ക്രോധം വരും, ശത്രു മിത്ര അഹങ്കാരം ആർത്തി എല്ലാം, തൻ്റെ കഴിവുകളുടെ മേലെ ഉണ്ടാകുന്ന അഹങ്കാരം. അപ്പോൾ മണ്ണ് ബോധത്തിൽ നിന്ന് പുറത്തേക്ക് വരാൻ ഏത് നമ്മളെ സഹായിക്കും? സൈലൻസിലിരുന്നിട്ടുള്ള ധ്യാനം. നമ്മുടെ ജീവിതത്തിൽ ഏത് കാര്യത്തിലും നമുക്കൊരു പരിവർത്തനം വരണമെങ്കിൽ സൈലൻസിന് സൊല്യൂഷൻ തരാൻ പറ്റും. എപ്പോഴാണ് നമ്മൾ ശാന്തമായി ഏകാന്ത ധ്യാനത്തിൽ മുഴുകണേ? അല്പസമയം ഒരു സ്ഥലത്ത് നമ്മൾ ധ്യാനമൊന്നും ചെയ്തില്ലെങ്കിൽ പോലും അല്പസമയം ദിവസവും നമ്മളിൽ ഒരു സൈലൻസ് ഒബ്സർവ് ചെയ്താൽ, ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് ദിവസവും രാവിലെ എഴുന്നേറ്റ് ഒരു 10 മിനിറ്റ്, അല്ലെങ്കിൽ രാത്രി കിടക്കുന്നതിന് മുമ്പ് ഒരു 10 മിനിറ്റ് സമയമെങ്കിലും സൈലൻ്റ് ആയിട്ടിരുന്നിട്ട് നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് ചിന്തിക്കുക.
നമ്മളെ നോക്കുക. കാരണം രാവിലെ മുതൽ വൈകുന്നവരെ നമ്മൾ എല്ലാവരെയും നോക്കിക്കൊണ്ടാണ് നടക്കണേ. അപ്പൊ നമ്മുടെ ഉള്ളിൽ എന്താ നടക്കണേ, ഞാനെന്താ ചെയ്തോണ്ടിരിക്കണേ, ഇത് നമ്മൾ ശ്രദ്ധിക്കണേ ഇല്ലേ? അതുകൊണ്ട് രത്നാകരൻ തന്നിലേക്ക് നോക്കിയപ്പോഴാണ് പരിവർത്തനം കൊണ്ടുവരാൻ കഴിഞ്ഞത്. അതേപോലെ നമുക്കും ജീവിതത്തിൽ എന്ത് ചെയ്യണം, ഡെയിലി അല്പസമയം, രാമായണ മാസമല്ലേ, ദിവസവും നമ്മളെല്ലാവരും ലക്ഷ്യം വെക്കണം. രാവിലെ ഒരു 10 മിനിറ്റ് സമയമെങ്കിലും, അതുപോലെ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് 10 മിനിറ്റ് സമയമെങ്കിലും സൈലൻ്റ് ആയിട്ടിരുന്നു. ബാക്കി എല്ലാ ജോലി കാര്യങ്ങളും കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റ് ഇരുന്നിട്ട് എന്ത് ചിന്തിക്കണം, രാവിലെ മുതൽ രാത്രി ചിന്തിക്കണം, ഞാൻ രാവിലെ മുതൽ വൈകിട്ട് വരെ എന്തൊക്കെയാണ് വിതച്ചത്, ഈ കണ്ണിലൂടെ കാതിലൂടെ നാവിലൂടെ എങ്ങനെയുള്ള വാക്കാ പറഞ്ഞേ, എന്താ ഞാൻ കേട്ടത്, എന്താ ഞാൻ പറഞ്ഞത്, എന്താ ഞാൻ ചിന്തിച്ചത്, ഇതെല്ലാം ചിന്തിക്കേണ്ടത് തന്നെ ആയിരുന്നു. പറയേണ്ട വാക്കുകൾ തന്നെയാണോ പറഞ്ഞത്, പെരുമാറേണ്ടതുപോലെ തന്നെയാണോ പെരുമാറി, ഞാൻ എന്താ എല്ലാവർക്കും കൊടുത്തത്, കാരണം എന്ത് കൊടുത്തതിന്റെ ഫലം എൻ്റെ അടുത്തേക്ക് തിരിച്ചു വരും. അപ്പൊ നമുക്ക് നമ്മളെ ചെക്ക് ചെയ്യാനും, സ്റ്റോപ്പ്, സൈലൻസിൽ എന്താ നടക്കണേ, എല്ലാ കാര്യങ്ങളും ഒന്ന് സ്റ്റോപ്പ് ചെയ്യുക, ചെക്ക് ചെയ്യുക, ദെൻ ചേഞ്ച്. എവിടെ മാറ്റം കൊണ്ടുവരണം, തെറ്റ് പറ്റിയെന്ന് തോന്നുന്നു ഉടനെ എന്ത് ചെയ്യുക, നമ്മൾ നമ്മളോട് മാപ്പ് പറയുക, ആരോടാണോ തെറ്റ് ചെയ്ത് അവരോട് മാപ്പ് പറയുക, ഈശ്വരനോട് മാപ്പ് പറയുക. പരിവർത്തനം. നാളെ ഒരു സുപ്രഭാതം എനിക്ക് വീണ് കിട്ടുകയാണെങ്കിൽ ഭഗവാനെ, നാളത്തെ ദിവസം ഇന്ന് പറ്റിയ അബദ്ധം ഞാൻ ഒരിക്കലും ആവർത്തിക്കില്ല. ഇന്ന് നമ്മൾ നമ്മളോടും പ്രതിജ്ഞ ചെയ്യുക, ഈശ്വരനോടും പ്രതിജ്ഞ ചെയ്യുക, എന്നിട്ട് ഉറങ്ങുക. എന്നിട്ട് രാവിലെ എഴുന്നേറ്റിട്ട് എന്താ ചെയ്യേണ്ടത്, വീണ്ടും സൈലൻസിൽ ഇരുന്നിട്ട് എനിക്കൊരു സുപ്രഭാതം കിട്ടി, ഇന്നത്തെ ഈ ദിവസം രാവിലെ മുതൽ വൈകുന്നവരെ എനിക്ക് എന്ത് ചെയ്യണം, നിറയെ നല്ല കാര്യങ്ങൾ മനസ്സാ വാച കർമ്മണ ചെയ്യണം. അതിനാണ് എനിക്ക് ഇന്നത്തെ ഈ ദിവസം വേണ്ടിയിരിക്കുന്നത്. കാരണം വാൽമീകിയുടെ ജീവിതത്തിൽ തന്നെ നമ്മൾ നോക്കൂ, വാൽമീകി ഋഷിയായി മാറിയതിന് ശേഷം രാമായണം എന്ന ആദ്യ കാവ്യം രചിക്കുകയാണ്. അതിലെ ആദ്യത്തെ ശ്ലോകത്തിൽ എന്താ പറയണേ, മാ നിഷാദ, എന്താ അർത്ഥം, അരുത് കാട്ടാള, മാ നിഷാദ പ്രതിഷ്ഠാം ത്വമഗമ സ്വാസ്വദീ സമാം യത് ക്രൗഞ്ച മിഥുനാം കാമമോഹിതം. അരുത് കാട്ടാള, നിന്റെ ഈ പ്രവൃത്തിയെ ലോകം അംഗീകരിക്കില്ല. സ്നേഹം പങ്കിട്ടുകൊണ്ടിരിക്കുന്ന ക്രൗഞ്ച മിഥുനങ്ങളിൽ ഒന്നിനെയാണ് നീ അമ്പെയ്ത് വീഴ്ത്തിയിരിക്കുന്നത്. ആരാ ഈ പറയണേ, ഒരു പക്ഷി അമ്പെയ്ത് താഴെ വീഴ്ത്തുന്നത് കണ്ടപ്പോ വാൽമീകിക്ക് വിഷമം വരിക. എന്നിട്ട് ആ വേടനെ തിരുത്താൻ പോവുക. ആളാരായിരുന്നു, വാൽമീകി ആരായിരുന്നു, പണ്ട് കൊള്ളക്കാരനായിട്ട് എത്രയോ മനുഷ്യരെ കൊന്നാള്. ഇന്നൊരു പക്ഷി താഴെ വീണപ്പോ ആ വേടനെ തിരുത്താണ്. അപ്പൊ അതിൽ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്, ഇത്രയും പരിവർത്തനമാണ് അദ്ദേഹത്തിന് സംഭവിച്ചത്. തൻ്റെ ജീവിതത്തിലുണ്ടായ പരിവർത്തനം, സ്വപരിവർത്തനത്തിലൂടെ വിശ്വപരിവർത്തനം. ആ വേടൻ അമ്പെയ്ത് വീഴ്ത്തുക, കിളിയെ വീഴ്ത്തി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം, അതും സ്നേഹം പങ്കിട്ടുകൊണ്ടിരുന്ന കിളിയെ വീഴ്ത്തി. ഇതുപോലെയല്ല ഇന്ന് നമ്മൾ കുടുംബങ്ങളിലും നമ്മൾ സമൂഹത്തിലേക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുക. പരസ്പര സ്നേഹത്തോടു കൂടി ജീവിച്ചുകൊണ്ടിരിക്കുന്നവരെ അമ്പെയ്ത് വീഴ്ത്തുന്ന തരത്തിലുള്ള വേടന്മാര് നമ്മുടെ ഇടയിലും ഉണ്ട്. അതുകൊണ്ട് നമ്മൾക്ക് ഈ രാമായണ മാസക്കാലത്തിൽ എന്ത് നോക്കണം, എൻ്റെ ഉള്ളിൽ എങ്ങനെ മറ്റുള്ളവരുടെ ജീവിതത്തെ തകർക്കുന്ന തരത്തിലോ, മറ്റുള്ളവരുടെ മനസ്സിനെ തകർക്കുന്ന തരത്തിലോ, ബന്ധങ്ങൾ തകർക്കുന്ന തരത്തിലോ എൻ്റെ വായിൽ നിന്നുള്ള വാക്കോ പെരുമാറ്റമോ അമ്പ് പോലെ പോണുണ്ടോ? അങ്ങനെയുള്ള അമ്പുകൾ എന്നിൽ നിന്ന് ഒരിക്കലും വരാൻ പാടില്ല. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഇന്നത്തെ ദിവസം എന്ത് സങ്കല്പം എടുക്കണം, വാൽമീകിയിൽ നമുക്ക് എന്ത് സന്ദേശം കിട്ടി, നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ജീവിതത്തിൽ ഒന്ന് സൈലൻസിലിരിക്കണം, സ്വയത്തിലേക്ക് തിരിഞ്ഞു നോക്കണം. തിരുത്തല്ലേ, ഞാൻ രാവിലെ മുതൽ വൈകുന്നവരെ എന്ത് വരയ്ക്കണോ, അതിലൂടെ എനിക്ക് എന്ത് കൊയ്തെടുക്കാൻ പറ്റണോ, എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു പരിവർത്തനം കൊണ്ടുവരും. മറ്റുള്ളവരെ നോക്കല്ല, വാൽമീകി ചെയ്തതുപോലെ തൻ്റെ ജീവിതത്തിലെ പരിവർത്തനത്തിലൂടെ അനേകരിൽ പരിവർത്തനം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ ജീവിതം ഒരു മാതൃകയാക്കി മാറ്റണം. അങ്ങനെ എൻ്റെ കുടുംബത്തിലുള്ളവർക്കൊരു പ്രേരണ എനിക്ക് എന്നിലൂടെ കൊടുക്കണം. മക്കളുമാർ രണ്ടാളും എന്ത് സങ്കല്പം എടുക്കും, ഞാൻ മാറിയിട്ട് എൻ്റെ കൂട്ടുകാർക്കും എന്നെ കാണുമ്പോൾ മാറ്റം വരണം, എൻ്റെ സ്കൂളിൽ എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്നവർക്കും മാറ്റം വേണ്ടേ? ആ സങ്കല്പം എടുക്കുക. അതിനുവേണ്ടി നമുക്ക് അല്പസമയം ധ്യാനത്തിലേക്ക്. ആദികവി വാൽമീകി മഹർഷി തൻ്റെ പൂർവാശ്രമത്തിൽ രത്നാകരൻ എന്ന കാട്ടുകൊള്ളക്കാരനായിരുന്നു. എന്നാൽ നാരദ ഋഷിയുമായിട്ടുള്ള കണ്ടുമുട്ടൽ, സജ്ജന സമ്പർക്കം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വാൽമീകി ഋഷി എന്ന
മഹത് വ്യക്തിത്വത്തിലേക്ക് ഉയരാൻ, ഗ്രേറ്റ് ട്രാൻസ്ഫോർമേഷൻ, മഹാപരിവർത്തനം കൊണ്ടുവരാൻ കഴിഞ്ഞു. രാമായണ മാസം നടക്കുന്ന ഈ പുണ്യദിനങ്ങളിൽ ഒരു സാധാരണക്കാരനായ ഞാൻ, രത്നാകരനെ പോലെയൊന്നും അത്ര നികൃഷ്ടനല്ലാത്ത എനിക്ക്, എൻ്റെ ഉള്ളിലും എൻ്റെ പല ദുശ്ശീലങ്ങൾക്കും ദുസ്വഭാവങ്ങൾക്കും ദുർവികാരങ്ങളിലും ഒരു പരിവർത്തനം കൊണ്ടുവരാൻ കഴിയുമെന്ന് ദൃഢവിശ്വാസം ഇപ്പോഴെനിക്കുണ്ട്. അതിനായി സത്സംഗത്തിലൂടെ ജ്ഞാനമാകുന്ന ഇന്ധനം നിറച്ച് ധ്യാനനിരതമാകണം. ഇന്ന് ഞാനൊരു ദൃഢസങ്കല്പം എടുക്കുകയാണ്. ദിവസവും രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഒരു 10 മിനിറ്റ് സമയം, രാവിലെ മുതൽ വൈകുന്നവരെ എന്നിൽ നിന്നുണ്ടായ പ്ലസും മൈനസും ഞാൻ നിരീക്ഷിക്കും. പ്ലസുകൾക്കെല്ലാം ഈശ്വരനോട് നന്ദി പറയാനും, മൈനസുകൾ മനസ്സിലാക്കി തിരുത്താനുമുള്ള പരിശ്രമം ജ്ഞാനയോഗ മാർഗത്തിൻ്റെ ആധാരത്തിലൂടെ ചെയ്യാൻ എനിക്ക് കഴിയും. ദിവസവും രാവിലെ ഉണരുമ്പോൾ ഒരു 10 മിനിറ്റ് സൈലൻസിലിരുന്ന് രാവിലെ മുതൽ വൈകുന്നത് വരെ എന്തെല്ലാം നല്ല കാര്യങ്ങൾ മനസ്സാ വാച കർമ്മണ ചെയ്യാം, ശരീരം മനസ്സ് ധനത്തെ എങ്ങനെ സദുപയോഗം ചെയ്യാം, എങ്ങനെ വാൽമീകി വേടന് ഉപദേശം കൊടുത്തുവോ അതുപോലെ എനിക്കും എൻ്റെ പരിവർത്തനപ്പെട്ട ജീവിതത്തിലൂടെ, സ്വപരിവർത്തനത്തിലൂടെ എൻ്റെ കുടുംബം, എൻ്റെ കൂട്ടുകാർ, ഞാനടങ്ങുന്ന സമൂഹത്തിലൊരു മാറ്റത്തിന് വേണ്ടി, മറ്റുള്ളവർക്കൊരു പോസിറ്റീവ് ഇൻസ്പിറേഷൻ എന്നിൽ നിന്ന് കിട്ടുന്ന തരത്തിൽ ഒരു നല്ല പരിവർത്തനം ഈ രാമായണ മാസം എൻ്റെ ജീവിതത്തിൽ, ജീവിതശൈലികളിൽ, എൻ്റെ കാഴ്ചപ്പാടിൽ, പെരുമാറ്റത്തിൽ തീർച്ചയായും കൊണ്ടുവരും. ഓം ശാന്തി ശാന്തി.